അവധിക്കാലത്ത് കൂട്ടുകാർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? കളിക്കാൻ അല്ലേ? ഈ ആഴ്ച കുറെ കളികളും കളിയിലെ കാര്യവുമായാണ് കളിത്തട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. എല്ലാവർക്കും കളിത്തട്ടിലേക്ക് സ്വാഗതം. അവധിക്കാല യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികളുടെ ഒരു കളിസ്ഥലത്താണ്. കുട്ടികളുടെ പാർക്കിലെത്തിയാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കളിക്കുക എന്നതാണ്. ഒട്ടും സമയം കളയാതെ നാം കളിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കുട്ടികളോടൊപ്പം. അങ്ങനെ നമ്മൾ കുട്ടികളുടെ പാർക്കിലെത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ പാർക്കിലെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? കളിക്കും. എന്ത് കളിയാണ് വേണ്ടത്? നമുക്ക് കുറച്ച് നാടൻ കളികളുടെ പേര് പറയാം. ആദ്യം പറയൂ. ഇട്ടൂലി. അടുത്തത് കുഞ്ഞു റോസാപ്പൂവ്. അടുത്തത് തൊട്ടാ പോലീസ്. കുട്ടിയും കോലും. കണ്ണുകെട്ടിക്കളി. ഓടിച്ചിട്ട് കളി. നമ്മൾ ഇന്നിവിടെ കളിക്കാൻ പോകുന്നത് ഓടിച്ചിട്ട് കളിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ഓടുന്നു, ഒരാൾ പിടിക്കാൻ വേണ്ടി പിന്നാലെ വരുന്നു, നമ്മൾ പിടി കൊടുക്കുന്നില്ല. ഇതാണ് ഓടിച്ചിട്ട് കളി. ഇന്ന് നമ്മുടെ കളിയിൽ ചില്ലറ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്: ഓടുന്നവർക്ക് മരത്തിൽ തൊടാം, അല്ലെങ്കിൽ ചെടിയിൽ തൊടാം. ഇവിടെ ഉണ്ടല്ലോ മരങ്ങളും ചെടികളൊക്കെ. മരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അയാളെ പിടിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മരത്തിൽ തന്നെ പിടിച്ച് നിൽക്കരുത്. നമ്മൾ ഓടണം. അതിനിടയിൽ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ മരത്തിൽ തൊടുന്നു. നിയമം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാ കളികൾക്കും എന്തുണ്ട്? നിയമമുണ്ട്. നിയമം പാലിച്ച് കളിക്കുമ്പോഴാണ് കളി നന്നാവുന്നത്. അപ്പോൾ കളിക്കാം. ആരാണ് ക്യാച്ചറായിട്ട് വരുന്നത്? ക്രിസ്റ്റിയാണല്ലേ? അപ്പോൾ തുടങ്ങാമല്ലോ. തുടങ്ങിക്കോ. Oh God, please tell me who is the catcher in this game? A-E-I-O-U, that is you. Telephone number 1, 2, 3 and you got free. എല്ലാവർക്കും കളി ഇഷ്ടമായോ? ആരൊക്കെയായിരുന്നു ക്യാച്ചേഴ്സ്? നിങ്ങളാണല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നിയപ്പോ? എന്താ കാര്യം? അവരെ പിടിക്കാൻ പറ്റി. ഓടിച്ച് മറ്റുള്ളവരെ പിടിക്കാൻ അവസരം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് എന്ത് തോന്നി? എന്താ കാരണം? പിടി കൊടുത്തില്ല, നിങ്ങൾ വിജയിച്ചു. വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നി. നിങ്ങൾ അപ്പൊ തോറ്റുപോയോ? ഇല്ല. ശരിക്കും എപ്പോഴാ സന്തോഷം തോന്നണത്? കളിയിൽ തോൽക്കുമ്പോഴാണോ വിജയിക്കുമ്പോഴാണോ? ജയിക്കുമ്പോൾ. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു കളിയുടെ രസം ജയിക്കുമ്പോഴല്ല. പിന്നെ എപ്പോഴാ? തോൽക്കുമ്പോഴും അല്ല. എപ്പോഴായിരിക്കും? കളിക്കുമ്പോഴാണ്. കളി രസിക്കുന്നത് തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും അല്ല, കളിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ രസം ഉണ്ടായത് ആർക്കൊക്കെയാ? നമുക്ക് എല്ലാവർക്കും രസമുണ്ടായി അല്ലേ? ഒരു കളിയുടെ രസം അതാണ്. ഈ കളിക്കൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം നമ്മളെല്ലാവരും പാലിച്ചു. നിയമങ്ങൾ പാലിച്ച് നന്നായിട്ട് നമ്മൾ കളിക്കുക. ഓടിച്ചാടിയാണല്ലേ നമ്മൾ കളിച്ചത്. ഇപ്പോൾ ഓടി കളിക്കുന്നത് എന്തിനാ ഉപകാരം? നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടും. ശരീരത്തിന് വ്യായാമം ആവശ്യമുണ്ട്. ഡോൺ ബോസ്കോയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു, കൂടെ പാർപ്പിച്ചിരുന്നു, അവരെ വളർത്തിയിരുന്നു. ഈ കുട്ടികൾ സന്തോഷത്തോടെ കളിക്കണമെന്ന് ഡോൺ ബോസ്കോ ആഗ്രഹിച്ചു. അദ്ദേഹം കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു. ഓടിച്ചാടി തകർത്ത് കളിക്കാൻ പറയുമായിരുന്നു. ശരിക്കും അവർക്ക് താമസിക്കാൻ വീടൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് താമസിക്കാൻ വീട് വേണം, പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം, പഠിക്കാൻ സ്ഥലം വേണം, കളിക്കാനും
സ്ഥലം വേണം. ഡോൺ ബോസ്കോ ആദ്യമായി വാടകയ്ക്കെടുത്തത് താമസിക്കാൻ ഒരു വീടല്ല, കളിക്കാൻ ഒരു കളിസ്ഥലമാണ്. ഒരു വയൽ വാടകയ്ക്കെടുത്ത് കളിച്ചു. കാരണം കുട്ടികൾ കളിച്ച് വളരേണ്ടവരാണ്, കളിച്ച് രസിക്കേണ്ടവരാണ്, രസിച്ച് വളരേണ്ടവരാണ്, അല്ലേ? ഏതൊരു കളിക്കും നിയമങ്ങളുണ്ട്, കളിക്ക് രസമുണ്ട്. പുതിയ നിയമങ്ങളുള്ള, പുതിയ രസങ്ങളുള്ള മറ്റൊരു കളിയിലേക്ക് നമുക്ക് പോകാം. ഈ കളിയുടെ പേര് നമ്പറിംഗ് ഗെയിം എന്നാണ്. എണ്ണൽ സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. നിയമം ഞാനൊന്ന് പറയാം. എല്ലാവരും റൗണ്ടിൽ നിൽക്കുകയാണല്ലോ അല്ലേ? സ്റ്റാർട്ട് പറയുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ഓടണം. കുറച്ച് നേരം നിങ്ങൾ ഓടിക്കഴിയുമ്പോൾ ഞാനൊരു നമ്പർ പറയും. അപ്പോൾ അത്രയും പേരുള്ള കൂട്ടങ്ങളായി മാറണം. 3 പറഞ്ഞാൽ 3 പേരുള്ള കൂട്ടങ്ങളായിട്ട് ചേർന്ന് നിൽക്കണം. 3 പറഞ്ഞാൽ 2ഓ 4ഓ ആകാൻ പാടില്ല, കൃത്യം 3 തന്നെ ആയിരിക്കണം. അങ്ങനെ അല്ലാതെ വരുന്നവരെല്ലാം കളിയിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഈ കളിയുടെ നിയമം. സ്റ്റാർട്ട് പറയും, അപ്പോൾ എല്ലാവരും വലത്തോട്ട് തിരിഞ്ഞ് പതുക്കെ ഓടുക. നമ്പർ പറയും, അത്രയും കൂട്ടങ്ങളായിട്ട് തീരുക. റെഡിയാണോ? നിയമങ്ങളൊക്കെ മനസ്സിലായല്ലോ? നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. വലത്തോട്ട് തിരിയുക, ഓടുക. എല്ലാവരും ഓടും, എല്ലാവരും ഓടും. തൊടാതെ ഓടണം കേട്ടോ. നമ്പർ 3. കൂട്ടങ്ങൾ ഒരുമിച്ച് നിൽക്കുക. അപ്പൊ നോക്കിക്കേ, അവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ വേറൊരു 3 ഉണ്ട്. നിങ്ങൾ രണ്ടുപേര് ആദ്യം തന്നെ എന്ത് ചെയ്തു? ഈ കളിയിൽ നിന്ന് ഔട്ടായി വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ നീങ്ങി നിന്നോ കേട്ടോ, നിങ്ങൾ നീങ്ങി നിന്നോ. ഓക്കെ, സ്റ്റാർട്ട്. റൗണ്ടിൽ നിന്ന് ഓടുക എല്ലാവരും. നമ്പർ 2. ആരും ഔട്ടായിട്ടില്ലല്ലോ. എല്ലാവരും 2 കൂട്ടങ്ങളായി ഒരുമിച്ച് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. വലത്തോട്ട് ഓടുക, വേഗം ഓടണം. നമ്പർ 5. ഒരുമിച്ച് നിൽക്കരുത്, മാറി മാറി നിന്നോണം. ഇവിടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്, ഇവിടെ മറ്റൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ 2 പേര് അങ്ങോട്ട് സന്തോഷത്തോടെ പോയി ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാം. ഓക്കെ, സ്റ്റാർട്ട്. വേഗം. 3. വീണ്ടും 3. ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. അലൻ അങ്ങോട്ട് ചെല്ലൂ, അവിടെ സീറ്റ് ഉണ്ട്. സ്റ്റാർട്ട്. 5. സ്റ്റാർട്ട്. 5 പേരാണ് ഈ കളിയിലുള്ളത്. അകന്നോടിക്കേ. റൗണ്ട് മൊത്തം നിറഞ്ഞു നിൽക്കാൻ പാകത്തിന് അകന്നോടൂ. യോമിൻ സ്ലോയിൽ ഓടൂ. 5 പതുക്കി ഓടൂ. നമ്മൾ ഓടിക്കേ. 2. ഓക്കെ, 4 പേരാണ്. സ്റ്റാർട്ട്. ഓടിക്കോ. 3. സ്റ്റാർട്ട്. 2. വരൂ. 2 വിജയികൾ ഇവിടെയുണ്ട്. ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും. എല്ലാവരും വരൂ. കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാവരും രസിച്ചോ? കാരണം എന്താ? എല്ലാവരും കളിച്ചു. കളിച്ചവരാണ് കളിയുടെ രസം അറിയുന്നത്. ഈ കളിയിൽ എത്ര പേര് അവസാനം വിജയിച്ചത്? 2 പേരാ. അതിനിടയിൽ ചിലരൊക്കെ ഔട്ടായി പോയി. പക്ഷേ ഈ കളിയുടെ ചില സമയത്ത് നമുക്ക് വലിയ സന്തോഷം തോന്നിയില്ലേ? എപ്പോഴാണ്? നമ്മളെ ഗ്രൂപ്പിലേക്ക് വലിച്ചടിപ്പിച്ചപ്പോൾ അല്ലേ? ചില സമയത്ത് ഗ്രൂപ്പിലേക്ക് വരാൻ പറഞ്ഞ് പിടിച്ചു വലിച്ച് നമ്മളെ കൊണ്ടുപോകും. നമുക്കിപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ഇവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുപോലെ ചില സമയത്ത് നമുക്ക് സങ്കടം തോന്നി. എപ്പോഴാ? നമ്മൾ ഓടിച്ചെന്നതാ ഗ്രൂപ്പിലേക്ക്, പക്ഷെ അവരെന്ത് ചെയ്തു? നമ്മളെ തള്ളിക്കളഞ്ഞു, വലിച്ചെറിഞ്ഞു നമ്മളെ. ഈ കളി നമുക്കൊരു പാഠം നൽകുന്നുണ്ട്, ഒരു സന്ദേശം നൽകുന്നുണ്ട്. എന്താ? ജീവിതത്തിൽ ചില സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് വലിയ ആവശ്യങ്ങൾ ഉണ്ടാവും, ചില സമയത്ത് അത്ര ആവശ്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കായി ഉള്ള ഇടമുണ്ട്, നമുക്കായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രവർത്തിക്കുക, നന്നായി ഇടപെടുക. ഇതാണ് ഈ കളി നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ഗുണപാഠം. അപ്പോൾ കളിയിലും എന്തുണ്ട്? കാര്യമുണ്ട്.
ഇവിടെ നമ്മൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറയൂ. ചാമ്പങ്ങ. രണ്ടാമത്തെ ഗ്രൂപ്പ് പേരയ്ക്ക. മൂന്നാമത്തെ ഗ്രൂപ്പ് നെല്ലിക്ക. ചാമ്പങ്ങയും പേരയ്ക്കയും നെല്ലിക്കയും കൂടിയിട്ട് വലിയ ഒരു രസകരമായ മത്സരം നടത്താൻ പോവുകയാണ്. തയ്യാറല്ലേ? എല്ലാവരുടെ കൈകളിലും അതിനുള്ള ഉപകരണം തന്നിട്ടുണ്ട്. എന്താണ്? ബലൂൺ. എല്ലാവരും കിട്ടിയില്ലേ ബലൂൺ? അപ്പൊ നിയമം ഞാനൊന്ന് പറയാം. എല്ലാ കളികൾക്കും എന്തുണ്ട്? നിയമമുണ്ട്. നിയമം പാലിച്ച് കളിക്കുമ്പോഴാണ് അതിൽ കൗതുകമുണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത്. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ മത്സരം ആരംഭിക്കും. ചെയ്യേണ്ടത് ഇതാണ്. സ്റ്റാർട്ട് പറയുമ്പോൾ മുൻപിൽ നിൽക്കുന്ന 3 പേരും ഒന്ന് കൈപൊക്കിക്കേ. 3 ഗ്രൂപ്പിലെയും ഓരോ നെല്ലിക്കയും ഓരോ ചാമ്പങ്ങയും ഓരോ പേരയ്ക്കയും എന്ത് ചെയ്യുന്നു? ബലൂൺ എടുക്കുക, വീർപ്പിക്കുക. വീർപ്പിച്ച് പൊട്ടിക്കണം. കൈകൊണ്ട് അമർത്തി പൊട്ടിക്കാൻ പാടില്ല. വീർപ്പിച്ച് മാത്രമേ പൊട്ടിക്കാവുള്ളൂ. പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് പോയിട്ട് ആ മാവിൻ ചുവട്ടിലേക്ക് ഇരിക്കാം, വീർപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പിലെ ഒരാൾ ബലൂൺ വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടാമത്തെ ആൾക്ക് കയറി നിൽക്കാം. അയാളും പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾക്ക് കയറി നിൽക്കാം. നാലാമത്തെ ആൾക്കും കയറി നിന്ന് ഏറ്റവും ആദ്യം 4 പേരും ബലൂൺ പൊട്ടിക്കുന്ന ഗ്രൂപ്പായിരിക്കും വിജയിക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? 3 ഗ്രൂപ്പും വിജയിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആരംഭിക്കാം. ഒന്നാം നിരയിൽ നിൽക്കുന്ന 3 പേരും ബലൂൺ എടുത്ത് റെഡിയാവൂ. സ്റ്റാർട്ട് പറയാൻ പോവാണ്. റെഡിയല്ലേ എല്ലാവരും? മറ്റുള്ളവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. മുമ്പിൽ നിൽക്കുന്ന ആൾ പൊട്ടിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അവസരം. ഓക്കെ, സ്റ്റാർട്ട്. പൊട്ടട്ടെ, വീർപ്പിച്ച് പൊട്ടട്ടെ. മോള് പോയി വേഗം വരുന്നോ. അടുത്ത ആൾ കയറി നിന്നോ. അടുത്ത ആൾ കയറി നിന്നോ. കയറി നിന്നോ. കയറി നിന്നോ. വീർപ്പിച്ച് കഴിഞ്ഞില്ല. പൊട്ടിക്കോളും, പൊട്ടിക്കോളും. അടുത്ത ആൾ പോലെ. ഇതാ രസകരമായ കാര്യമാണ്. 2 പേര്, 3 പേര്, 4 പേര് ക്രമത്തിൽ നമ്മുടെ പേരയ്ക്കയും നെല്ലിക്കയും ചാമ്പങ്ങയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം പോകുമോ? കയറി നിൽക്കൂ. ഇപ്പോൾ രസകരമായ കാര്യം, 2 ഗ്രൂപ്പ് ഒരേ നിലയിലാണ്. ചാമ്പങ്ങ ഗ്രൂപ്പിൽ ഒരാളാണ് അവശേഷിക്കുന്നത്. ചാമ്പങ്ങ ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ചാമ്പങ്ങ ഗ്രൂപ്പ് 1ാം സ്ഥാനത്തേക്ക്. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. 2ാം സ്ഥാനത്തിന് വേണ്ടി ഒരുപോലെ മത്സരിക്കുകയാണ്. ഇതാ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം തുടരുന്നു. വേഗം ബലൂണെടുത്ത് കൈ പിടിച്ചുകൊള്ളുക, വീർപ്പിച്ചുകൊള്ളുക. വേഗം 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 വീർപ്പിച്ചുകൊള്ളുക. ചാമ്പങ്ങ 1ാം സ്ഥാനത്ത്, നെല്ലിക്കയും പേരയ്ക്കയും 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം തുടരുകയാണ്. ഇതാ മത്സരം തുടരുന്നു. മത്സരം അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ഗ്രൂപ്പിന് വേറെ ചാൻസ് തരാം. അടുത്ത ആൾ കയറി നിൽക്കുക, മോൻ പുറകിലേക്ക് നിൽക്കുക. വേഗം വീർപ്പിച്ചോ. മത്സരം കഴിഞ്ഞിട്ടില്ല. ഏത് നിമിഷവും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഓക്കെ, ഇതാ മത്സരം ഒരേപോലെ വന്നിരിക്കുന്നു. 4ാം നിങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ കുറവുണ്ട്. വീർപ്പിച്ച് പൊട്ടിക്കുകയാണ്. ഇതാ പൊട്ടാൻ പോവാണ്. വിജയിയെ ഉടനെ നമുക്ക് ലഭിക്കുന്നതാണ്. പൊട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ വിജയികളെ കിട്ടി. 1ാം സ്ഥാനത്ത് ഏത് ഗ്രൂപ്പാണ്? എല്ലാവരും കൈയടിക്കും. ഈ ബലൂൺ പൊട്ടിക്കൽ ഗെയിം ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ശരിക്കും രസിച്ചില്ലേ? ഏറ്റവും ആദ്യത്തെ ബലൂൺ പൊട്ടിച്ച ആളാരാണ്? ഏറ്റവും ആദ്യം പൊട്ടിച്ചത് മോള്. എന്ത് തോന്നി ആ ബലൂൺ പൊട്ടിക്കഴിഞ്ഞപ്പോൾ? സന്തോഷം തോന്നി. ചിലർക്കൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ബലൂൺ പൊട്ടുമോന്ന് സംശയിച്ചല്ലേ പൊട്ടിക്കണേ. പൊട്ടിക്കഴിയുമ്പോൾ ഹാവു രക്ഷപ്പെട്ടു എന്നൊരു വിചാരം തോന്നാറുണ്ട്. ഇത് പൊട്ടില്ലായിരിക്കുമോ എന്നൊക്കെ സംശയം തോന്നി ആർക്കെങ്കിലും? ചിലർ കുറേ സമയം എടുത്തില്ലേ? എന്താ തോന്നിയത്? വീർപ്പിച്ചിട്ടും പൊട്ടുന്നില്ല. അപ്പം എന്ത് തോന്നി? സങ്കടം തോന്നി. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ എന്ത് പറ്റുന്നു? പെട്ടെന്ന് പൊട്ടുന്നു. വലിയ ആഹ്ലാദം നമുക്കുണ്ടായി. ഒരു കാര്യം ഓർക്കണം, ഒരാൾ മാത്രം വലിയ സാമർഥ്യം ഉള്ള ആളായാൽ ഈ മത്സരത്തിൽ ജയിക്കുമോ? ഇല്ല. ചാമ്പങ്ങ ഗ്രൂപ്പ് ജയിച്ചുവെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി സഹകരിച്ചു. അതുപോലെ മറ്റ് 2 ഗ്രൂപ്പുകാർ അങ്ങനെ തന്നെ ചെയ്തു. ഒരാൾ കുറേ അധിക സമയം എടുത്തു എന്നിരിക്കട്ടെ അവരുടെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കാൻ. പക്ഷെ പെട്ടെന്ന് പിന്നാലെ വരുന്ന ആൾ എന്ത് ചെയ്യുന്നു?
വളരെ പെട്ടെന്ന് വീർപ്പിക്കുന്നു. അപ്പോൾ ഒരാളുടെ കുറവിനെ ആര് പരിഹരിക്കുന്നു? മറ്റേയാൾ പരിഹരിക്കുന്നു. അപ്പോൾ സംഘബോധം നമ്മൾ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാൽ ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന ഒരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കളി എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? കാര്യമുണ്ട്. സഹകരിച്ച് നാം പ്രവർത്തിക്കണം. നമ്മളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് വിജയിക്കണേന്ന് ആഗ്രഹിച്ചില്ലേ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ ബലൂൺ പെട്ടെന്ന് വീർപ്പിച്ച് പൊട്ടിക്കണേന്ന് പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ വിജയിച്ചു വന്നിട്ട് നമ്മുടെ പിന്നാലെ നിൽക്കുന്നവർ നന്നായി വീർപ്പിക്കണേന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലേ? നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് ഇവിടെ വന്ന് ചാമ്പങ്ങ ഗ്രൂപ്പ് ഇരുന്നു. അവർ മറ്റു ഗ്രൂപ്പുകാർ കാണുന്നത്, കളിക്കുന്നത്, ചെയ്യുന്നത് ആസ്വദിച്ചില്ലേ? അപ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. എന്തായിരുന്നു നിയമം? മുമ്പിൽ നിൽക്കുന്നവർ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അടുത്തയാൾ ചെയ്യാവൂ. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു. നിയമം പാലിച്ച് ആസ്വദിച്ച് കളിക്കുന്നത് നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാവും, നമ്മുടെ ശരീരത്തിന് സുഖം തരും, അത് നമുക്ക് പുതിയ ഉണർവ് നൽകും. അപ്പോൾ അവധിക്കാലത്തെ നമ്മുടെ ഇത്തരം കളികൾ നമ്മുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. കളികൾ നമുക്ക് ഒരു വ്യായാമമാണ്. കളി എന്താണ്? ശരീരത്തിന് ആഹാരം പോലെ തന്നെ ആവശ്യമുള്ള രണ്ടാമത്തെ കാര്യമാണ് വ്യായാമം. കളികൾ നമുക്ക് വലിയ ഭാരം കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തെ വളർത്തുന്നതിന്, നമുക്ക് ശരിയായ വളർച്ച നൽകുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ കളിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. തീരെ ചെറിയ കുട്ടികൾ കളിക്കാറില്ലേ? വളരെ ചെറുപ്പം മുതൽ കുട്ടികൾ കളിച്ച് വളരുകയാണ്. അപ്പോൾ വളർച്ചയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് കളികൾ. അതുകൊണ്ട് ഈ അവധിക്കാലത്ത് മാത്രമാണോ നമ്മൾ കളിക്കേണ്ടത്? അല്ല, നമ്മുടെ പഠനകാലങ്ങളിലും ഒക്കെയും നമുക്ക് സമയം വേണ്ടത്ര കണ്ടെത്തി ശരിയായ വിധത്തിൽ കളിക്കുകയും കളിയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കളി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ധൈര്യം വേണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ? ചില കുട്ടികൾക്ക് പല കാര്യങ്ങളിലും ധൈര്യക്കുറവുണ്ടാകാം. അങ്ങനെ ഉള്ളപ്പോഴും കളിക്കാൻ ആർക്കും മടിയില്ലല്ലോ? ഇല്ല. നമ്മളൊരു കളിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, കളിയിൽ പങ്കെടുക്കുന്നു, വിജയിക്കുന്നു. കളിയിൽ ജയിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എന്താ? ഒരാത്മവിശ്വാസമാണ്, അല്ലേ? സന്തോഷം വരും, ആത്മവിശ്വാസം ഉണ്ടാകും. എനിക്ക് ഇത് നേടാൻ കഴിയും, എനിക്കിത് നേടാൻ കഴിഞ്ഞു, അതുകൊണ്ട് എന്താ, എനിക്ക് ഇനിയും നേടാൻ സാധിക്കും എന്ന വലിയ ഉറപ്പ് നമുക്ക് കിട്ടുകയാണ്. കളിയിലൂടെ കിട്ടുന്ന ഈ ഉറപ്പ് കളിക്ക് മാത്രമല്ല കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് കളിച്ച് നാം വളരുകയും കളിച്ചു നാം വിജയിക്കുകയും ചെയ്യുന്നത്. നമ്മൾ വിജയത്തിൻ്റെ കാര്യം പറഞ്ഞു. കളിയിൽ വിജയം മാത്രമാണോ ഉള്ളത്? കളിയിൽ എന്തെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുള്ളവരാരാ ഉള്ളേ? എല്ലാവരും വിജയിച്ചിട്ടില്ലേ? കളിയിൽ തോറ്റിട്ടുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ട്. എല്ലാവരും തോറ്റിട്ടില്ലേ? എന്നെങ്കിലുമൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കളികളിൽ തോറ്റിട്ടുണ്ടാകും. അപ്പം തോൽവി എന്ന് പറയുന്നൊരു സംഭവം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും കളിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. തോൽവിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. തോൽവി എന്ന് പറയുന്നത് കളിയുടെ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗമാണ് എന്ത്? വിജയം. ഇത് രണ്ടും ജീവിതത്തിലുണ്ട്. ജീവിതത്തിലും എല്ലാ കാര്യവും വിജയിക്കണമെന്നില്ലല്ലോ. പക്ഷേ ആ തോൽവി ഉണ്ടായാലും ആ തോൽവിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയത്തിലേക്ക് വളരാൻ കഴിയും. ഈ ഒരു ആത്മവിശ്വാസം, ഈ മനസ്സിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ കളികൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഓർക്കണം. ചില കളികളുണ്ട് ടീമായിട്ട് കളിക്കുന്ന, ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികൾ, അല്ലേ? ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കാൻ. ഞാൻ ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിജയം ആരെ ആശ്രയിച്ചിരിക്കുന്നു? എല്ലാവരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നെ മാത്രമാണോ? അല്ല. നമ്മളിപ്പോൾ ഇന്നിവിടെ കളിക്കുന്നതും ഒക്കെ നാടൻ കളികൾ ഒക്കെയാണ്. അതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അല്ലാതെയുള്ള കളികളും ഇല്ലേ? ഏതൊക്കെയാ? ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ പല കളികളുമുണ്ട്. ഈ കളികളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ നേടുന്ന വലിയ ആത്മവിശ്വാസമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ടീമായിട്ട് കളിക്കുകയാണ് ഫുട്ബോൾ. ആരാണ് അതിൽ പ്രധാനപ്പെട്ട ആൾ? അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത ആളാരാ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പ്രധാനപ്പെട്ട ആളാണ്. ഗോളി എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ചുമതല കൃത്യമായി നിർവഹിക്കണം. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഞങ്ങൾ അത്രയൊന്നും ഉത്സാഹിച്ച് കളിക്കണ്ട എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഇല്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന ആൾക്കാണോ പ്രാധാന്യം, ബൗൾ ചെയ്യുന്ന ആൾക്കാണോ? രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ വിജയം ആരെ ആശ്രയിച്ചിരിക്കുന്നു? എല്ലാവരെയും ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ കളിക്കുമ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് എന്താ? എന്നെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലേ?
ഇനി ഒരു ടീമിൽ എല്ലാവർക്കും ഒരേ കഴിവായിരിക്കുമോ? അല്ല, പലതരം കഴിവുകളുണ്ടാവും. ചിലർക്ക് കൂടിയ കഴിവുകളുണ്ടാവും, ചിലർക്ക് ചില്ലറ കുറവുകളുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യണ്ടേ? കൂടുതൽ കഴിവുള്ളയാൾ മറ്റേയാളുടെ കുറവിനെ കൂടി എന്ത് ചെയ്യും? പരിഹരിക്കാൻ പ്രാപ്തരാകും. അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു ചെറിയ കുറവ് പറ്റിയാൽ നമ്മൾ അയാളെ വഴക്കു പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഓടിച്ചു വിടാറുണ്ടോ? ഇല്ല. നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി വിജയത്തിലേക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ശരിയല്ലേ? അപ്പോൾ കളികൾ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം അതാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ, മറ്റുള്ളവരുടെ കുറവുകളെ കൂടി പരിഹരിക്കാൻ, നമ്മുടെ കഴിവുകളെ വളർത്താൻ ഒക്കെയുള്ള സാധ്യതകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മനസ്സിന് ബലം കൊടുക്കാൻ, ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമുക്ക് പരസ്പരം ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള സന്ദർഭങ്ങൾ കളികൾ നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ പഠനത്തെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കാത്ത തരത്തിൽ നാം എന്ത് ചെയ്യണം? കളികൾക്ക് സമയം കണ്ടെത്തണം. അതുപോലെ അന്താരാഷ്ട്ര തലങ്ങളിൽ വളരെ പ്രശസ്തിയാർജിച്ച കളികളുടെ രംഗത്ത് അതികായന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? അതിനുവേണ്ടി അവർ വലിയ അധ്വാനം നടത്തിയിട്ടുണ്ട്, വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവർ വലിയ കളിക്കാരായി വന്ന ആളാണ്. അങ്ങനെയല്ലല്ലോ, അനേക നാളുകളിൽ അധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അപ്പോൾ ആ വിധത്തിലുള്ള കളികളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ടാകണം. അങ്ങനെയുള്ള പരിശീലന പരിപാടികളിലൊക്കെ താല്പര്യമുള്ളവർ പങ്കെടുക്കണം. അങ്ങനെ കളി മാത്രമല്ല, അതിലെന്തുണ്ട്? കാര്യമുണ്ട്. കളിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയത് നമ്മുടെ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ്. അതിനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നത്തെ കളിത്തട്ടിൽ നമ്മൾ കുറെ പുതിയ കളികൾ കളിച്ചു അല്ലേ? ഇനി വെക്കേഷൻ തീരാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് അടിച്ച് പൊളിച്ച് കളിച്ച് രസിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.